സച്ചിയും രേവതിയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഓട്ടോ ഒക്കെ പോയി തുടങ്ങാം കേട്ടോ. സ്വർണത്തിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പിടിച്ചതിന് ശേഷമുള്ള ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ വീണ്ടും ഓട്ടോ ഒക്കെ ഓടാനൊക്കെ ആയിട്ട് സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിനും രേവതിയുടെ റൂമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് സച്ചിയും അതുപോലെ തന്നെ രേവതിയും വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ആന്റണി ആണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ 5 ലക്ഷം രൂപയുടെ പലിശ കൊടുത്തോണ്ടിരിക്കുകയല്ലേ, ശരി പലിശ ഞാൻ ഒഴിവാക്കാം, മുതൽ മാത്രം ശ്രുതി എനിക്ക് തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ശ്രുതി ചോദിക്കാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, മാസം ഇതിന് തന്നെ എത്ര രൂപയാണ് ഞാൻ പലിശ തരുന്നത്, എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ ജയിലിലാണ്, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അച്ഛൻ ഇറങ്ങിയ ഉടനെ ക്യാഷ് മുഴുവൻ തരാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആനണി എന്ത് കാര്യമാണ് വേണ്ടതെന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുമ്പം ആനണി പറയുന്നുണ്ട്, നമ്മുടെ എല്ലാവരെയും പൊതുശല്യവും തലവേദനയും ആ സച്ചിയല്ലേ, സച്ചിനെ അങ്ങ് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലും ആ വീട്ടിലറിയാതെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം, പക്ഷെ എൻ്റെ പേര് പുറത്താവരുത്, എൻ്റെ ഫാമിലി ലൈഫിന് അതൊരു തടസ്സം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ആന്റണി പറയുന്നുണ്ട്, ഇല്ല അങ്ങനൊന്നും ഉണ്ടാവില്ല, പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി, ചെറിയൊരു സഹായം എന്ന് പറയാണ്. ഓക്കെ ശരി ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ കാറ് എന്നും വീണ്ടും വാതൊക്കെ ഇട്ടാണല്ലോ ഉറങ്ങാനൊക്കെ ആയിട്ട് പോണത്. അപ്പോൾ അവൻ കൃത്യമായിട്ടൊരു സ്ഥലത്ത് ഒരാണയിലാണ് ചാവിയെന്നും തൂക്കിയിടുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് സച്ചി കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് അകത്തെ റൂമിൽ കൊണ്ടുപോയി ചാവി തൂക്കിയിടുകയാണ്. പതിലും വിപരീതമായിട്ടാണ് കേട്ടോ സച്ചി ചെയ്യുന്നത്. ശ്രുതിയോട് വിളിച്ച് ആന്റണി പറയുന്നുണ്ട്, വേറെ ഒന്നും വേണ്ട, നീ ആ കാറിന്റെ കീ മാത്രം ഒന്ന് എത്തിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അവള് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, അതൊന്നും നീ അറിയണ്ട, മാത്രമല്ല ഗേറ്റിന്റെ ചാവി കൂടി ഒന്ന് തരണം എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ സച്ചി കാണാതെ അവന്റെ മുറിയിൽ പോയിട്ട് ആ ചാവി എടുത്തോണ്ട് വന്ന് ഗേറ്റിങ്കേ വന്നിട്ട് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ആനണിക്ക് കൊടുത്തിട്ട് തിരികെ കയറി പോകുന്നുണ്ട് കേട്ടോ. രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പേ ഈ താക്കോൽ എന്നെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അറിയാലോ ആകെപ്പാടെ സീനാവും. എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ ഇറങ്ങി വരാം. അതെ രേവതി വെളുപ്പിൽ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും, അതിനു മുമ്പേ ഞാൻ എങ്ങനെ ചാവി തരും? ഞാനൊരു കാര്യം പറയാം, ദേ ആ കാണുന്ന ചെടിച്ചട്ടിക്കകത്ത് ഞാൻ ഈ 2 ചാവിയും ആവശ്യം കഴിയുമ്പോൾ വെച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പം, അല്ല ഗേറ്റ് പോയിട്ട് താക്കോൽ എങ്ങനെ വെക്കും എന്ന് ചോദിക്കാണ്. അത് ഞാൻ ദാ ഇങ്ങോട്ടേക്ക് വെച്ചേക്കാം എന്നും പറഞ്ഞ് ഗേറ്റിങ്ങിനടുത്തുള്ള സ്ഥലവും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ആദ്യം എഴുന്നേറ്റാൽ പോലും ശ്രുതി എണീറ്റ് വരുമ്പം ശ്രുതിക്ക് പോയി എടുത്തുകൊണ്ട് വെക്കാലോ എന്ന് പറയാണ്. അല്ല എന്താ നിങ്ങളുടെ ഐഡിയ എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, ഇപ്പൊ ശ്രുതി അറിഞ്ഞാൽ ശ്രുതിക്ക് അത് ഭയങ്കര വെപ്രാളമായി പോകും എന്ന് പറയാൻ കേട്ടോ. തമിഴിലാണെന്ന് വെച്ചാൽ ഈ സച്ചിയുടെ വണ്ടി ഇടുന്നത് റോഡിലാണ് കേട്ടോ. അതുകൊണ്ട് 2ാം നിലയുടെ മുകളിൽ നിന്നുകൊണ്ട് ശ്രുതി പുറത്തേക്ക് ചാവിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മലയാളത്തിൽ ഇവർ ഗേറ്റിനകത്തൊക്കെയല്ലേ വീട്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സ്റ്റോറിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ്. രാത്രിയിൽ ശ്രുതിയാണെങ്കിൽ അയാൾ പറഞ്ഞ പോലെ താക്കോല് കൊണ്ടു കൊടുത്തല്ലോ. ശ്രുതിയും നല്ല ഉറക്കമായി, സച്ചിയും രേവതിയും. സച്ചിയാണെങ്കിൽ ടെറസിലാണ് കേട്ടോ ഉറങ്ങുന്നത്, അതുപോലെ രേവതിയാണെങ്കിൽ ഹാളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്, കാരണം എന്തെങ്കിലും ശബ്ദം കേട്ടാൽ സച്ചി എഴുന്നേക്കുമല്ലോ, സച്ചി ടെറസിലല്ലേ കിടക്കുന്നത്, അത് ആലോചിച്ചുകൊണ്ട് അവൾക്കൊരു സമാധാനമില്ല. അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഉറങ്ങിപ്പോകണം കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ്. ഏകദേശം രാത്രി 12:30-1 മണിയൊക്കെ ആകുമ്പോഴേക്കും പതിയെ ആന്റണിയും അയാളുടെ കൂട്ടാളികളും കൂടി എത്തുന്നുണ്ട്. പതിയെ ആരും അറിയാതെ ഗേറ്റ് തുറന്ന് അകത്ത് കയറാണ് കേട്ടോ. അതിനുശേഷം വണ്ടിയും തുറന്ന് അതിനുള്ളിൽ കയറിയിട്ട് ബ്രേക്ക് വയർ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. കട്ട് ചെയ്ത് വിട്ടിട്ട് പഴയതുപോലെ തന്നെ ശ്രുതിയോട് പറയുന്നതുപോലെ തന്നെ കാറിൻ്റെ കീ എടുത്ത് ആ ഒരു പോട്ടിനകത്തും അതുപോലെ ഗേറ്റിൻ്റെ കീ എടുത്ത് പുറത്ത് ആ ഗേറ്റിങ്ങിലും വെച്ചിട്ട് ആനണി പതിയെ സ്ഥലം വിടുകയാണ്. എന്നിട്ട് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം സെറ്റായി, പറഞ്ഞ സ്ഥലത്താണ് താക്കോലുണ്ട് എന്ന് പറയാണ്. വെളുപ്പിന് 4 മണിക്ക് നമ്മുടെ രേവതി എഴുന്നേക്കുമല്ലോ. രേവതി എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 മണിയായപ്പോഴേക്കും പൂവെടുക്കാനായിട്ട് രേവതി വണ്ടിയും കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ശ്രുതി ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് പോയി പോട്ടിലേക്ക് നോക്കുമ്പോഴേക്കും ആ ഒരു ചാവി അവിടെ ഉണ്ട് കേട്ടോ.
സോറി, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ രേവതി പോയിട്ടില്ല. രേവതി സ്കൂട്ടി കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഗേറ്റിന് ചാവി വേണമല്ലോ. അപ്പോൾ ഇവളുടെ ഈ ഒരു ശബ്ദവും ബഹളമൊക്കെ കേട്ട് നമ്മുടെ ശ്രുതി നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. അതായത് ഇവൾ പോകുന്നതിന് തൊട്ടുമായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ഗേറ്റിൻ്റെ ചാവി കൊണ്ടുവന്ന് അകത്ത് കൊണ്ടുവന്ന് എപ്പോഴും വെക്കുന്ന സ്ഥലത്തേക്ക് വെക്കുകയാണ്. എന്നിട്ടൊന്നും അറിയാത്ത പോലെ പതിയെ പോയി കിടക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആ ചാവി എടുത്തുകൊണ്ട് അവൾ നേരെ സ്കൂട്ടി എടുത്തുകൊണ്ട് പൂ വാങ്ങിക്കാനായിട്ട് പോവാണ്. ഈ സമയമാണെങ്കിൽ ശ്രുതി പതിയെ എഴുന്നേറ്റ് ആ പോട്ടിനുള്ളിൽ നിന്നും ചാവി എടുത്തുകൊണ്ട് നേരെ സച്ചി എന്നുള്ള തൂക്കിയിട്ട യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് ചാവി തൂക്കിയിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി വീണ്ടും വന്ന് കിടക്കാണ്. അങ്ങനെ രാവിലെ രേവതി പൂവൊക്കെ എടുത്തിട്ട് വീട്ടിൽ തിരിച്ചു വന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി രേവതിയോട് പറയുന്നുണ്ട്, എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ പോകാൻ ഇറങ്ങാണ് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എടാ എന്നെ കൂടി ഒന്ന് അങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യണം, ഞാൻ എൻ്റെ വണ്ടി ഇന്ന് വർക്ക്ഷോപ്പിലേക്ക് കൊടുത്തിരിക്കുക എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടാണ്. കാരണം ആനണി എന്തോ ഒരു പണിയൊപ്പിക്കാനാണല്ലോ ആ കാറിൻ്റെ കീ മേടിച്ചത്. ഏയ് ശ്രുതി, ആ കാറിലൊന്നും പോവേണ്ട എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, സച്ചി ചോദിക്കുകയാണ്, അതെന്താ എൻ്റെ കാറിൽ പോയാൽ ഞങ്ങളുടെ കാർ AC ഒക്കെ തന്നെയാ എന്ന് പറയുമ്പം അയ്യോ അതുകൊണ്ടല്ല, ഇന്ന് ഞാനും ഉണ്ട്, അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം, അത്യാവശ്യമായിട്ട് ഒരു ഡീലറെ കാണാനുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഏത് ഡീലർ? അതൊക്കെ ഉണ്ട് ശ്രുതി, ശ്രുതി ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ രേവതി എന്ന് പറയുമ്പോൾ ഒന്ന് പോ സച്ചി ചേട്ടാ, അവർക്ക് നമ്മുടെ വണ്ടി കയറാൻ താല്പര്യം കാണില്ല, അത്രേ ഉള്ളൂ കാര്യം എന്ന് പറയാണ്. ഈ സമയത്ത് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ചന്ദ്ര ഇറങ്ങുന്നുണ്ട്. ചന്ദ്ര, ഡാ നീ അങ്ങോട്ടല്ലേ പോണത്, എന്നെ അമ്പലങ്ങ വരെ ഒന്ന് ഇറക്കി വിട് എന്ന് പറയാണ്. ഈ സമയം ശ്രുതി വന്നിട്ട്, ഈശ്വര ഇവരെങ്ങാനും വണ്ടിക്കകത്ത് കയറി തീർന്നു എന്ന് പറയാണ് കേട്ടോ. അതെ ആന്റിനെ ഞാൻ പോകുമ്പോ അവിടെ ഇറക്കാം എന്ന് പറയാണ്. അല്ല മോളെ, എനിക്കിപ്പൊ തന്നെ പോണം, നടയടച്ച എന്ത് ചെയ്യും, രാവിലെ തന്നെ പോണം എന്ന് പറയുമ്പോ ശ്രുതി പറയാണ്, അത് പിന്നെ ഞാനും ശ്രുതിയും ഇപ്പൊ തന്നെ പോകുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം, ആനിയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ട് എത്ര കാലമായി എന്നും പറഞ്ഞ് അവളെയും പിടിച്ചു നിർത്താണ്. സച്ചി പറയുന്നുണ്ട്, എന്നാ ശരി ഞാൻ പോയിട്ട് വരാൻ രേവതി എന്നും പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും സച്ചിനൊരു ഫ്രണ്ട് വരാൻ കേട്ടോ. എടാ നീ ആ കാറിന്റെ ചാവിയും തന്നേ, എൻ്റെ വണ്ടിയെ അവിടെ കിടക്കാണ്, ഞാനൊന്നൊരു റൗണ്ടിൽ പോയിട്ട് വരാം, അത്യാവശ്യം ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ചാവി മേടിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ഇന്നലെ താൻ ചാവി മേടിക്കുന്നേ, സച്ചിനെ കൊടുക്ക് എന്ന് പറയുമ്പോൾ ശ്രുതിയെ വല്ലാതെ നോക്കാം കേട്ടോ എല്ലാവരും. ശ്രുതി പറയുന്നുണ്ട്, അല്ല സച്ചി രാവിലെ ഓട്ടത്തിന് പോകാൻ ഇറങ്ങിയതല്ലേ, അപ്പം മറ്റൊരാൾ വന്നിങ്ങനെ ഓട്ടത്തിന് ചാവിയൊക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ അതൊരു അപകർഷകരമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയുമ്പം രേവതി ചോദിക്കുകയാണ്, അല്ല ശ്രുതി നിനക്കെപ്പം മുതലാ സച്ചിന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് ഇങ്ങനെ കൺസേൺ ഒക്കെ ആയത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാനൊരു ശാസ്ത്രം പറഞ്ഞതേ ഉള്ളൂ, പണ്ട് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളേ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അമ്മനെയും അതായത് ആന്റിയെയും പിടിച്ചു വെച്ച് ശ്രുതിയെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ സമയം ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ ഇവര് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇനിയിപ്പോ ഒരു അപശകനമായിട്ട് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോയേക്കുവാ, അത് മാത്രമല്ല ഇവിടെ ഇറങ്ങിയാല് ഒരോട്ടം കിട്ടുമല്ലോ, ഞാൻ എങ്ങാണം ഇനി വണ്ടിയും കൊണ്ട് വിട്ട് നിനക്ക് അത് ശകനമായാലോ, എടാ അങ്ങനെയൊന്നും ഇല്ലടാ, നമ്മൾ എത്ര തവണ ഇങ്ങനെ വണ്ടി എടുത്തിരിക്കുന്നു, അത് സാരമില്ല, നീ ഓട്ടത്തിന് പോകാൻ ഇറങ്ങിയതല്ലേടാ എന്ന് പറഞ്ഞ് തിരിച്ച് ചാവിയും കൊടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോ സച്ചി പറയുന്നുണ്ട്, പാർലേട്ടത്തി ഇതിൽ എന്തൊക്കെയോ കള്ളത്തരം എനിക്ക് മണക്കുന്നുണ്ട്, ഞാൻ പിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പതിയെ ആ ചാവിയും കൊണ്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് നീങ്ങാണ്. ഇതും കണ്ട് നമ്മുടെ ശ്രുതിയുടെ ചങ്കിനകത്ത് ഇങ്ങനെ തീയാണ് കേട്ടോ. എന്ത് സംഭവിക്കും ഓർത്തോർത്തുള്ളിൽ പേടിച്ച് നിൽക്കുകയാണ്, എന്താണെന്നറിയാതെ. അപ്പം നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതിയുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല രേവതിക്ക് അങ്ങനെ തോന്നിയോ? ഒന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ, അല്ല എന്തോ മുഖത്ത് ഒരു വല്ലായ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ട് ചോദിച്ചതാ. ഒന്നുമില്ല രേവതി, ശ്രുതി നമുക്ക് പോകാം, ആന്റി നമുക്ക് പോകാം, ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് ഇവള് പുറത്തേക്ക് ഇറങ്ങാണ്. സച്ചി ആണെങ്കിൽ വണ്ടി പുറകോട്ടെടുത്ത് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവൾ ഊബർ വിളിച്ച് വണ്ടിയും വരുന്നുണ്ട്, ഇവർ ആ വണ്ടിക്ക് പോവുകയും ചെയ്യാണ്. സച്ചി അങ്ങനെ കുറച്ചൊന്ന് പോവാണ് കേട്ടോ. കുറച്ച് പോകുമ്പോഴാണ് സംഭവം നമ്മുടെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെന്നുള്ള കാര്യം സച്ചി മനസ്സിലാക്കുന്നത്. ചവിട്ടിയിട്ടെങ്ങും ബ്രേക്ക് കിട്ടുന്നില്ല, പാവം കുറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. സ്പീഡ് കുറച്ച് നോക്കിയിട്ട് പോലും ബ്രേക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പെട്ടെന്നാണ് മുമ്പിലേക്ക് ഒരു സ്കൂൾ ഓട്ടോ വരുന്നത് കേട്ടോ. അത് സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന ഓട്ടോ ഉണ്ടല്ലോ, ആ ഓട്ടോ വരികയാണ്. അപ്പൊ ഈ ഓട്ടോയില് നേരെ സച്ചി പോകണം, നല്ല സ്പീഡിലുമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പോയാൽ ഉറപ്പായിട്ടും ആ ഓട്ടോയിലുള്ള സ്കൂൾ കുട്ടികളെ ഇടിക്കും. അപ്പൊ സച്ചിന്റെ ഭാഗത്ത് അങ്ങനെ ഫോൾട്ട് ഉണ്ടായിരിക്കും വേണ്ടി സച്ചി പെട്ടെന്ന് വെട്ടിച്ച് ഇപ്പുറത്തുള്ളൊരു മതിലേക്ക് കൊണ്ട് ഇടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്.
അങ്ങനെ കൊണ്ട് ഇടിച്ച് ഒരു മരത്തിനെ ഇടിച്ച് നിർത്താൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ്റെ വണ്ടിയായിരിക്കും കേട്ടോ. ആ വണ്ടിയിലേക്ക് ഇടിച്ച് കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ വെച്ച് ആ വണ്ടി സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ആ പോലീസുകാരെല്ലാം കൂടി അങ്ങോട്ടേക്ക് ഓടി വരുന്നത് കേട്ടോ. എന്താടാ നീ കാണിച്ച്, ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ ഷർട്ടിന് പിടിച്ച് കുത്തിപ്പിടിച്ച് ഇറക്കാണ്. രാവിലെ തന്നെ വെള്ളം അടിച്ചുകൊണ്ടാണ് അവിടെ വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സാറേ ഞാൻ വെള്ളമൊന്നും അടിച്ചിട്ടില്ല, ദേ അതാ എൻ്റെ വീട്, ഞാൻ എത്രയോ ചവിട്ടി എന്നിട്ടും ബ്രേക്ക് കിട്ടിയില്ല, ദേ ആ പോയ സ്കൂൾ വണ്ടി കണ്ടോ, ആ വണ്ടിയിൽ ഇടിക്കാതെ വെട്ടിച്ച് മാറ്റിയതാ ഞാന്, അപ്പോൾ എങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ഇടിച്ചില്ലായിരുന്നെങ്കിൽ ആ ഓട്ടോയ്ക്കിട്ട് പോയി ഇടിച്ചേനെ സാറേ, അതുകൊണ്ട് അന്നൊക്കെ പറയുമ്പോൾ മരിയടാ നീ ഇനി ഒന്നും സംസാരിക്കണ്ട, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ വലിച്ചഴിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ആ പോലീസുകാരൻ ആരാന്നറിയാമോ? നമ്മുടെ ദേവുവിനെ പ്രണയിക്കുന്ന ദേവുവിന്റെ കാമുകനാണ് കേട്ടോ. പക്ഷെ ഈ ഒരു സംഭവം സച്ചിക്കോ രേവതിക്കോ മറ്റാർക്കും അറിയില്ല. ഇയാൾക്കാണെങ്കിൽ ഇത് സച്ചിയാണെന്നോ ദേവുവിന്റെ ഏട്ടനാണെന്നോ ഒന്നും അറിയില്ല കേട്ടോ. അയാളാണ് അങ്ങനെയായിട്ട് ഇവരുടെ ഫസ്റ്റ് മീറ്റിംഗ്. അങ്ങനെ ആ പോലീസുകാരൻ നമ്മുടെ സച്ചിനെ വലിച്ചഴിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് പെറ്റിയടിക്കാൻ നോക്കുമ്പോൾ സാറേ സത്യം ഞാൻ പറയാണ് സാർ, അല്ലെങ്കിൽ ആ വണ്ടി ഒന്ന് എടുത്തു നോക്ക്, ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. നീ മിണ്ടാരിടാ, നിന്നെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് ബാക്കി കാര്യം നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെയും കൂട്ടി ഇയാള് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്തേനെ ചാവി കൊടുത്തിട്ട് വേറൊരു പോലീസുകാരനോട്, അസിസ്റ്റന്റ് ആയിട്ടുള്ള പോലീസുകാരോട് പറയുന്നുണ്ട് ആ വണ്ടി ഒതുക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയാണ്. അങ്ങനെ ആ പോലീസുകാരൻ പോയി വണ്ടി എടുക്കുമ്പോഴും വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാളെ വീണ്ടും ഇടിച്ചു നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് പോയി ആളെ വിളിച്ചു വന്നിട്ട് അതിന്റെ ബ്രേക്ക് ഫയറൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് അയാൾ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിടുന്നത്. അങ്ങനെ സച്ചിയെ അവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത് സംഭവം എന്ന് വെച്ചാൽ സച്ചി ഇതിനിടയിൽ ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ. അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ലടോ, ഞാൻ സത്യമാണ് പറഞ്ഞത്, ഞാൻ ചെയ്തില്ലെങ്കിൽ ആ കുട്ടികൾ ഇപ്പം ഉണ്ടാവുമായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തതാ, എൻ്റെ ജീവന് വേണ്ടി അപകടത്തിലായാലും ആ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുത് ഞാൻ കരുതിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഷൗട്ട് ചെയ്യട്ടോ. അപ്പൊ ഈ നാട്ടുകാർ മൊത്തം അത് കേട്ടോണ്ട് നിൽക്കുമല്ലോ, അതായത് ഇയാൾ ഇങ്ങനെ ഇയാളെ ഷൗട്ട് ചെയ്തപ്പോൾ അപ്പം ഈ ഒരു ദേവന്റെ ഈ ഒരു കാമൻ പോലീസിന് അത് വല്ലാത്തൊരു നാണക്കേടായി പോയിട്ടോ. അയാൾ ആ ഒരു ദേഷ്യമാണ് സച്ചിയോട്. അവിടെ കൊണ്ടുവന്നിട്ട് അയാളെ ഇങ്ങനെ ബെഞ്ചിലിരുത്തിയേക്കാണ്, നമ്മുടെ സച്ചിയെ ബെഞ്ചിലിരുത്തിയേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ വലിയ ഷോ ആയിരുന്നല്ലോടാ, ഇപ്പൊ ഷോ ഇറക്കടാ എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ മറ്റേ പോലീസുകാരനുണ്ടല്ലോ, നമ്മുടെ സച്ചിയുടെ കേസുകൾ എപ്പോഴും നോക്കുന്ന ഒരു മീശുള്ള പോലീസുകാരൻ, പുള്ളി വന്നിട്ട് എന്താടോ എന്താ കാര്യം ചോദിക്കാണ്. ആഹാ നീയോ, നീ വീണ്ടും വന്നോടാ എന്ന് ചോദിക്കുമ്പം ഇയാളെ അറിയോ സാറേ എന്ന് ചോദിക്കാണ്. പിന്നെ ഇത് നമ്മുടെ സച്ചിയല്ലേ, കലാവതി മുത്തശ്ശിയുടെ കൊച്ചുമകൻ എന്ന് പറയുന്നുണ്ട്. എന്താ പുതിയ കേസ് എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് സാറേ ഇന്ന് ഇവനൊരു രാവിലെ തന്നെ മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചു വന്ന് എന്നിട്ട് എന്റെ വണ്ടിക്കിട്ട് തന്നെ കയറി വന്നങ്ങ് ഇടിച്ച്, പോലീസുകാരുടെ വണ്ടിയാണെന്ന് അറിഞ്ഞിട്ടും ഇവനൊരു കുലുക്കമില്ല. ഞാൻ പോയി ചോദിച്ചപ്പോഴേ നാട്ടുകാരെ മത്തിൽ വെച്ച് എന്നെ ഇവൻ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് സാറേ സത്യമായിട്ടും ഞാൻ പറഞ്ഞത് സത്യമാണ്, വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു, ആ കുഞ്ഞുങ്ങളെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വെട്ടിച്ച് മാറ്റിയതാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആ വണ്ടിയും കൊണ്ട് വന്ന ആള് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഈ പോലീസുകാരൻ, അതായത് ഈ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ, അയാള് ആ പോലീസിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് എന്തായടോ വണ്ടിയുടെ കാര്യം എന്തായി സാറേ? അവൻ പറഞ്ഞത് ശരിയാ, വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, ബ്രേക്ക് വയർ കട്ടായി കിടക്കായിരുന്നു, ഞാൻ എടുത്തപ്പോൾ തന്നെ ഒന്നുകൂടെ ആക്സിഡന്റ് ആയി വണ്ടി, പിന്നെ ഞാൻ ആ വണ്ടിയും കൊണ്ട് ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് പോയിട്ടാ ശരിയാക്കിയത്, മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചിട്ട് അവിടുന്ന് ഈ ബ്രേക്ക് വയർ ശരിയാക്കിയിട്ട് അയാളെ വിളിച്ചുകൊണ്ടൊന്ന് ശരിയാക്കിയിട്ടാണ് വണ്ടി അവിടെ നിന്ന് എടുക്കാൻ പറ്റിയത് സാറേ എന്ന് പറയുന്നുണ്ട്. ആണോ, എങ്കിൽ താനിതകത്ത് പോയി പറയണ്ട, അവനെ എല്ലാവരും വെച്ച് ഭയങ്കര ഷോ അല്ലായിരുന്നോ, നമ്മളെയൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതല്ലേ, അതുകൊണ്ടേ അവൻ ഇച്ചു നേരം അവിടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പം അയ്യോ സാറേ അത് പറ്റില്ല, അവിടെ CCTV ഉണ്ടായിരുന്നു, അതും കളക്ട് ചെയ്തിട്ടുണ്ട്, അത് മാത്രമല്ല അവൻ പറഞ്ഞത് ശരിയാ, അവൻ അങ്ങനെ പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സ്കൂൾ കുട്ടികൾ ഇടിച്ചേനെ, ആ വണ്ടിക്കകത്ത് 6-7 കുട്ടികളുണ്ടായിരുന്നു, അവരെല്ലാം ജീവൻ ആപത്തായനെ, അവൻ വെട്ടിച്ച് മാറ്റിയത് കൊണ്ടാ അത്ര അപകടം ഒഴിവായത് എന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞുകൊണ്ട് കേട്ടാ മതി, എല്ലാവരും മുമ്പിൽ വെച്ച് അവൻ ഭയങ്കര ഷോ അല്ലായിരുന്നോ, ഇനി ഒരിക്കലും പോലീസുകാർ നേരെ അവൻ ഷോ ഇറക്കരുത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതും കേട്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ പോലീസുകാരൻ ചോദിക്കുകയാണ് എന്താ ഇയാളുടെ വണ്ടിയുടെ കാര്യം? അത് പിന്നെ സാറേ അത് ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു, ഇയാൾ മനഃപൂർവ്വം ആക്സിഡന്റ് ആക്കിയതാ എന്ന് മറ്റേ ആൾ പറയുമ്പോൾ സച്ചി എഴുന്നേറ്റ് ചോദിക്കുകയാണ് എന്തിനാ സാറേ ഇങ്ങനെ കള്ളം പറയുന്നത്, ഞാൻ വീട്ടിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ബ്രേക്ക് കിട്ടുന്നില്ലായിരുന്നു, ഞാൻ പിന്നെ അത് വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആണെന്ന് ഓർത്തതാ, പിന്നെ ചവിട്ടി നോക്കിയപ്പോൾ ഒട്ടും കിട്ടുന്നില്ല, ആ കുഞ്ഞുങ്ങൾ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വെട്ടിച്ച് മാറ്റിയതാ, വെട്ടിച്ചപ്പോഴാ ഈ സാറിന്റെ ബൈക്കിൽ പോയി കൊണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ ഇവിടെ ഇരിക്കുക,
നമുക്ക് ഒന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ കയറ്റി സെല്ലിൽ അടയ്ക്കാണ് കേട്ടോ ആ പോലീസുകാരൻ. എന്താടാ നിന്റെ കലാവതി മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, സാറേ എല്ലാ തവണയും എന്റെ ഭാഗത്ത് ന്യായം കാണും, ഒരു കള്ളവും ഞാൻ ചെയ്യുന്നില്ല, എന്നിട്ടും എന്നെ പിടിച്ചോണ്ട് ഇതിനകത്തോണ്ടിടും. ആ സത്യം അറിയുമ്പം നിങ്ങൾ തന്നെ വിട്ടോളും എന്ന് പറയാണ്. ഇതേ സമയത്ത് ഈ ഒരു സംഭവം ആ പൂവിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അറിയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് രേവതി കരഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് ഓടി വരുന്നുണ്ട്. സച്ചിയേട്ടാ എന്താ പറ്റിയത് സച്ചിയേട്ടാ, എന്താ സംഭവിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പോലീസിനോട് പോയിട്ട് രേവതി പറയുന്നുണ്ട്, സാറേ ദയവ് ചെയ്ത് എന്റെ സച്ചിയേനെ വിട്ടയക്കണം, സച്ചിയേനെ ഒരു തെറ്റും ചെയ്യില്ല, കുടിച്ചിട്ടൊന്നും ഇല്ല, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിലും കയറിയിട്ട് വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയ ആളാ, അയാൾ എങ്ങനെയാ കുടിക്കുന്നത് സാറേ എന്നൊക്കെ ചോദിക്കാണ്. എങ്കിലേ ഒരു ബോധം ഇല്ലാതെയാ വണ്ടി ഓടിക്കുന്നത്, ഇവന്മാരെ പോലുള്ളവർക്ക് വണ്ടി കൊടുക്കുന്നതാ ഇത്രയും പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ട്രാഫിക് പോലീസുകാരൻ ദേവന്റെ ചേച്ചിയാണെന്ന് പോലും അറിയാതെ രേവതിയോടും തട്ടിക്കയറാണ്. സാറേ സത്യമായിട്ടും ഇന്ന് സച്ചിൻ അങ്ങനൊന്നും ചെയ്യില്ല, സച്ചിനും പറഞ്ഞിരിക്കും സത്യം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല അവിടെ ഒരുപാട് വീടുകളിൽ CCTV ഉണ്ട്, ഞാനൊന്നിട്ട് കാണിക്കാം എന്ന് പറയുമ്പോൾ ട്രാഫിക് പോലീസുകാരൻ ചോദിക്കാണ്, എന്താ നീ പോലീസുകാരെ പണിയെടുക്കാൻ ഉദ്ദേശിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ, സാറേ സത്യം എന്താണെന്ന് അവിടെ നിന്നവർക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ കള്ളക്കേസിൽ കുടുക്കി എന്റെ സച്ചിയുടെ നിങ്ങൾ അകത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിലേ ഇതിന് എതിരെ ഞാൻ പോരാടും എന്നൊക്കെ പറയുമ്പോൾ, ആഹാ കൊള്ളാലോ എന്ന് അയാൾ പറയാണ്. ഈ സമയത്ത് രേവതി ആണെങ്കിൽ കരഞ്ഞോണ്ട് അച്ഛനെയൊക്കെ വിളിച്ച് കാര്യം പറയാൻ കേട്ടോ. എന്റെ ഈശ്വര എന്റെ മോന് മാത്രം എന്താ ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. ഇതേസമയം ചന്ദ്രൻ അമ്പലത്തിലേക്കൊക്കെ പോയിരിക്കുകയാണല്ലോ. രവീന്ദ്രൻ വിളിച്ച് ചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ അമ്പലത്തിലേക്ക് പോയതല്ലേ, ഇന്നേ വരെ നീ അവനോട് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, ഒരു തവണയെങ്കിലും അവനോട് ഇന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിക്കാണ്. അങ്ങനെ കട്ടാക്കിയിട്ട് ചന്ദ്ര പ്രാർത്ഥിക്കുന്നു കേട്ടോ. അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവനെ വിട്ടയക്കണേന്ന് പറഞ്ഞ് ചന്ദ്ര പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ആ കൂടെയുള്ള പോലീസുകാരോട് വന്നിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ആ കൂടെയുള്ള പോലീസുകാരൻ അറിയാൻ സത്യം എന്താണെന്ന് അയാൾ പറഞ്ഞാലേ ഇത് ഒഴിവായി കിട്ടുകയുള്ളൂ, അല്ലാതെ ഇത് ഒഴിവാൻ യാതൊരു ചാൻസും ഇല്ല രേവതി. അയാൾക്കറിയാം, പക്ഷെ അയാൾ വന്ന് കയറിയപ്പോൾ തന്നെ മറ്റേ ആ ട്രാഫിക് പോലീസുകാരുണ്ടെങ്കിൽ അയാളെ വിളിച്ചുകൊണ്ട് ഇവിടെ രഹസ്യമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടതാ, ഞാൻ എല്ലാവരും മുമ്പിൽ വെച്ച് അയാളുടെ ദേഷ്യപ്പെട്ട എൻ്റെ ദേഷ്യം എന്നോട് തീർത്താണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് വന്ന് മറ്റേ പുള്ളിയോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ട്രാഫിക് പോലീസുകാരൻ വന്നിട്ട് രേവതിയെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. എൻ്റെ ഭർത്താവില്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കുറ്റിയടിച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ ഈ മറ്റേ പോലീസുകാരനോട്, അതായത് ആ ട്രാഫിക് പോലീസുകാരനോടും ജൂനിയർ ആയിട്ടുള്ള പോലീസുകാരൻ ചോദിക്കുകയാണ്, നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ, നമുക്ക് എന്നാലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടേക്കാം എന്ന് പറയാണ്. ഈ സമയത്ത് രേവതി വന്നിട്ട് മറ്റേപ്പളുടെ കാല് പിടിച്ചു പറയുന്ന പോലെ കരയാണ് കേട്ടോ. ദയവ് ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തെ പട്ടിണിയാക്കരുത്, ആ വണ്ടിയും ഞാൻ പൂക്കച്ചവടം ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സച്ചേൻ ഞങ്ങളാണെങ്കിലോ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, എൻ്റെ അച്ഛനാണെങ്കിലോ മരിച്ചു പോയതാ, ഞാൻ മാത്രമാണ് ആ കുടുംബത്തിലെ നോയിക്കൊണ്ടിരുന്നത്. എനിക്കാണെങ്കിലോ ഒരനിയത്തിയും ഒരമ്മയേ ഉള്ളൂ, അവർക്കും ഇതേ ജോലി തന്നെയാ, തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നതാ. ദയവ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ എന്നെപ്പോലൊരു മോളും മക്കളും ഒക്കെ കാണില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ചോദിക്കാം കേട്ടോ. എൻ്റെ ഭർത്താവിനെ ഒരു തെറ്റും ചെയ്യണമെന്ന് എനിക്കറിയാം, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സത്യം നിങ്ങൾ തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞ കരയുമ്പോഴേക്കും നമ്മുടെ ട്രാഫിക് പോലീസുകാർ മറ്റാളുടെ കയ്യിൽ പിടിച്ച് അമുക്കുക കേട്ടോ, പറയരുതെന്നും പറഞ്ഞുകൊണ്ട് രേവതി പറയാണ്, ഇനി ആ വണ്ടി പണിത് ഇറക്കുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ഇന്ന തുകയാകും, സീസ് അടയ്ക്കാൻ പോലും ഞങ്ങളുടെ മാസം പൈസ തികയാറില്ല, ദയവ് ചെയ്ത് ഇതൊക്കെ ആരൊക്കെയോ ചെയ്യുന്ന ചതിയാ, ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതി കരയുമ്പോഴേക്കും അയാൾ ആ പോലീസുകാരനോട് പറയണത്, നമ്മളെ ആ ജൂനിയർ ആയിട്ടുള്ള പോലീസ് ഉണ്ടല്ലോ, അയാള് മറ്റേ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോലീസിനോട് പറയുന്നുണ്ട്, സാറേ ആ സച്ചി പറഞ്ഞത് ശരിയാ, ആ വണ്ടിക്ക് ഒട്ടും ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ വണ്ടി എടുത്തപ്പോൾ വീണ്ടും ആക്സിഡന്റ് ആയി, അതിനുശേഷം ഒരു മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ വണ്ടി ശരിയാക്കിയിട്ടാണ് അവിടെ നിൽക്കാൻ സാധിച്ചത്. അയാൾ പറഞ്ഞത് ശരിയാ, അവിടുത്തെ CCTV ഫുട്ടേജും ഞാൻ എടുത്തായിരുന്നു, അതിൽ നിന്നും വ്യക്തമാണ് ഇയാൾ ബ്രേക്ക് ഇല്ലാതെയാണ് പാഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടെ ഒരു സ്കൂളോട്ടാ പോയപ്പോൾ ആ ഓട്ടൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ മനഃപൂർവ്വം കയറ്റി ഇപ്പത്തോടെ ഇടിച്ചതാ. അവിടെ ഞങ്ങളുടെ വണ്ടി ഉണ്ടായിരുന്നു, അങ്ങനെ ആ വണ്ടിക്ക് ഇടിച്ചത്. പിന്നെ അവിടെ വെച്ച് ഈ സാറിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സാറിന്റെ ദേഷ്യം തീർത്ത് അങ്ങനെയൊക്കെ മനഃപൂർവ്വം സച്ചിയെ കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. എന്താണോ ഈ കേൾക്കുന്നതൊക്കെ, താനൊക്കെ കൂടി എനിക്ക് പേരുദോഷം ഉണ്ടാക്കുവോ എന്ന് പോലീസുകാരൻ ചോദിക്കാണ്. അത് പിന്നെ സാർ എന്ന് പറയുമ്പോൾ
മറ്റേ ജൂനിയറിനെ നോക്കാം കേട്ടോ. ജൂനിയർ പറയുന്നുണ്ട്, സാറേ എനിക്കും ഉണ്ട് ഇതുപോലൊരു മോള്. അവളുടെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. ദയവ് ചെയ്ത് എന്നോടൊന്നും തോന്നരുത്. സർവീസിൽ ഞാൻ ഇങ്ങനെ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ കേട്ടോ. അപ്പൊ രേവതി കൈ കൂപ്പി അയാളെ കാണിക്കുന്നുണ്ട്. പോലീസുകാരൻ പറയുന്നുണ്ട്, എന്താണോ ഇതൊക്കെ? തന്റെയൊക്കെ വ്യക്തിപരമായി തീർക്കേണ്ട സ്ഥലമാണോ ഇത്? അവന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളല്ലേ, അവനെ പോലും നീ വെറുതെ വിടരുത് കേട്ടോ. അത്രയും അവൻ നന്മ ചെയ്തില്ലേ? ആ കുഞ്ഞുങ്ങളുടെ മെത്തം കാണാം ആ വണ്ടി പേടിച്ചതെങ്കിൽ ഇന്നൊരു ദുരന്തഭൂമി ആവുമായിരുന്നത്. ഒന്നും ഉണ്ടായില്ലല്ലോ. അവൻ കൃത്യസമയത്ത് തന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് അത്രയും കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടില്ലേ? അതെങ്കിലും തനിക്ക് നോർത്തുടേടാ. എന്തൊരു ചീപ്പാടോ താനൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ ഇവനെ ശരിക്ക് വഴക്ക് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. അങ്ങനെ പോയി സെല്ലിൽ നിന്ന് സച്ചി റിലീസ് ചെയ്യാനും പറയുന്നുണ്ട്. സച്ചി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രേവതി പോയി കെട്ടിപ്പിടിക്കുകയാണ് സച്ചിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല രേവതി, ഇത് രാവിലെ തൊട്ടേ എന്തൊക്കെയോ ഒരു മുടക്കമായിരുന്നു. അപ്പോഴേ എനിക്ക് എന്തോ മനസ്സിന് വല്ലാണ്ട് ഫീൽ ചെയ്താ. ഇല്ല സച്ചിയേട്ടാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്റെ സച്ചിയേട്ടന് വേണ്ടി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് രേവതി കരഞ്ഞോണ്ട് സാറേ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് പോലീസുകാരൻ അവിടെ നിന്ന് ഒരാളോട് പറയാണ്, ഓ കഷ്ടം തന്നെ, എപ്പോഴും ഇവൻ ഇങ്ങോട്ട് കയറി വരും. നോക്കുമ്പോഴോ ഇവന്റെ പേരിൽ യാതൊരു കേസും കാണില്ല. ആരൊക്കെ ശത്രുക്കളുണ്ട്, അവന്മാർ ചെയ്തു കൂട്ടുന്ന പണിയാന്നേ എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് അവിടെ നിന്ന് പറയായിരിക്കും. ഈ സമയം രേവതിയെ കൂട്ടി സച്ചി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ സച്ചി പോയിട്ട് ആ പോലീസുകാരനോട്, അതായത് നമ്മുടെ ദേവുവിന്റെ കാമുകനോട് പറയുന്നുണ്ട്, അതെ എനിക്കൊന്നും അടിയൊന്നും ഞാൻ മറന്നിട്ടില്ല, എല്ലാം എന്റെ മനസ്സ് തന്നെ ഉണ്ട്. താൻ ഈ യൂണിഫോം ആകുന്നുണ്ടല്ലേ, തനിക്ക് ഇത്ര അഹങ്കാരം. അതെന്താ ചെയ്യണേന്ന് എനിക്കറിയാം. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെയൊക്കെ നെഞ്ചത്ത് കയറണേ നിനക്കൊക്കെ നല്ല മിടുക്കാന്ന് എനിക്ക് മനസ്സിലായി. അത്രയും കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് താൻ എന്നോട് നന്ദിയാ പറയേണ്ടത്. അതിന് പകരമായിട്ട് തന്നോട് ദേഷ്യപ്പെട്ടെന്നും പറഞ്ഞ് താൻ ഇത്രയും ഷോ ഇറക്കിയല്ലോ. എന്റെ കവള് താനടിച്ച് അടിയൊന്നും ഞാൻ മറക്കില്ലടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് രേവതിയും കൂട്ടി ആ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. വണ്ടിക്ക് ഫ്രണ്ടിൽ നല്ല പണിയായിട്ടോ. വണ്ടി അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടിടുന്നുണ്ട്. അങ്ങനെ രേവതിയോട് സച്ചിൻ രേവതി കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കയറുന്ന രവീന്ദ്രനെ ചോദിക്കാണ്, എന്തായി മോളെ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പോലീസുകാരൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാണെന്നും സച്ചി അവിടെ വെച്ച് ദേഷ്യപ്പെട്ടതിന്റെ പ്രതികാരം ചെയ്തതാണെന്നൊക്കെ പറയാൻ കേട്ടോ. ഹോ, ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാല് ഒരു സമാധാനം ഇല്ല. മക്കൾ പോയി തിരിച്ചു വരുന്നവരെ അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചിൽ ആദ്യമാണ് എന്ന് പറയാണ്. ചന്ദ്ര വീട്ടിലേക്ക് കയറി വരുന്നുട്ടോ. ചന്ദ്ര ചോദിക്കാണ്, അല്ലടാ സച്ചി, എങ്ങനെയുണ്ട് ഇപ്പൊ വണ്ടി ഇടിച്ചിട്ട്, എന്തായി കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അമ്മ തന്നെയാണോ അമ്മേ ഇങ്ങനെ ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അല്ല നിന്റെ അച്ഛൻ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഞാനപ്പോ പ്രാർത്ഥിക്കുകയും ചെയ്തു, അതുകൊണ്ട് ചോദിച്ചതാ, എല്ലാ പ്രശ്നങ്ങളും മാറിയോ എന്ന് ചോദിക്കുമ്പം മാറിയമ്മേ എന്നും പറഞ്ഞ് നടന്ന സംഭവങ്ങളെല്ലാം പറയാൻ കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹോ എന്റെ അച്ഛ, സമാധാനമായി, അമ്മ എങ്ങനെയെങ്കിലും ഒരു വാക്കൊന്ന് ചോദിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷിച്ച് അവൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ശ്രുതിയൊക്കെ അവർ വരുന്നുണ്ട് കേട്ടോ, തിരികെ വരുന്നുണ്ട്. ഈ സമയത്ത് സച്ചിയാണെങ്കിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷയും ശ്രീകാന്തും എല്ലാവരും വരുന്ന വീട്ടിലെല്ലാവരും ഹാജരായിരിക്കാണ് കേട്ടോ. അപ്പോ രേവതിയോട് സച്ചി പറയുന്നുണ്ട്, അല്ല എങ്ങനെയായിരിക്കും എന്റെ വണ്ടിയിലെ ആ ബ്രേക്ക് വയർ കട്ടായത്? ഇത് കേൾക്കുമ്പോൾ നമ്മളെ ശ്രുതിക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. ശ്രുതിയെ വിറയ്ക്കാണ്. ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ശ്രുതി അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രുതിയെ വിളിച്ച് ചന്ദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓർത്ത് പേടിച്ചാണ് ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഇത്രയൊക്കെ ചെയ്യുന്നു, ഇത്രയൊക്കെ സംഭവിച്ചുള്ള കാര്യം ശ്രുതി അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശ്രുതി ആകെപ്പാടെ പേടിച്ച് വിറച്ച് വരുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് സച്ചി പറയുന്നുണ്ട്, രാത്രിയിൽ ഞാൻ താക്കോൽ കൊണ്ടുവന്ന് ഇവിടെ തൂക്കിയിട്ടതായിരുന്നല്ലോ, പിന്നെ ആരായിരിക്കും രാത്രിയിൽ വണ്ടി എടുത്തത്? എന്തായാലും വണ്ടി തുറന്ന് ആ ബ്രേക്ക് വെയർ കട്ടാക്കിയിരിക്കുന്നത്. എന്നാൽ രാത്രി അവിടെ കൊണ്ട് ഇടുന്നവരെ വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ എടുത്തപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് വെയർ കട്ടാ. അങ്ങനെ നോക്കുമ്പോൾ രാത്രി ആരാ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. ഇവിടെ ഇട്ടുന്ന താക്കോലാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രുതി ചാടിക്കേറി പറയാണ്, അതിന് സച്ചി ഇന്നലെ ഇവിടെയല്ലോ താക്കോലിട്ടത്, റൂമിലല്ലേ എന്ന് ചോദിക്കാണ്. ഞാൻ റൂമിൽ താക്കോലിട്ട കാര്യം പാർലമെന്റിൽ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം എല്ലാവരുടെ മുമ്പിൽ ആകെപ്പാടെ സ്ട്രക്കായി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. കാരണം എല്ലാ ദിവസവും സച്ചിയാണെങ്കിൽ താക്കോൽ ഇവിടെയല്ലേ ഇടുന്നത്. അപ്പൊ ഇന്നലെ ഒരു ദിവസം മാത്രം മറന്ന് അകത്തെ മുറിയിൽ കൊണ്ടിട്ടു. അതെങ്ങനെ ശ്രുതി കണ്ടു എന്നാണ് സച്ചി ചോദിച്ചത്. അപ്പൊ രേവതി സച്ചി ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ശ്രുതിയോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എങ്ങനെ ശ്രുതി നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ കണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നത് എന്ന് പറയാണ്. അല്ല അവിടെ വെച്ച കാര്യം ഞാൻ പോലും മറന്നുപോയല്ലോ, പിന്നെ ശ്രുതി എങ്ങനെ അത്
കണ്ടിട്ട് ഓർത്തിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനിന്നലെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ അകത്തേക്ക് കയറി പോവാണ്. ശ്രുതിയും പുറകെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഏതോ ശത്രുക്കളാണ് ഈ ഒരു പരിപാടിക്ക് പിന്നില്. പക്ഷെ അതിന് ഇവിടുന്ന് ആളുകളുടെ സഹായം ഇല്ലാതെ അത് ഒരിക്കലും ചെയ്യാനാവില്ല. കാരണം ഇന്നലെ രാത്രിയിലാണ് ഞാൻ വണ്ടി എടുക്കൊണ്ടിരുന്നത്. അതുവരേക്കും വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ രാവിലെ എണീച്ചപ്പോൾ എൻ്റെ കാർ തുറന്നാണ് അകത്തുനിന്നാണ് ബ്രേക്ക് വയർ കട്ടായിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഡോർ തുറക്കാതെ ആർക്കും അത് ചെയ്യാനാവില്ല. ഡോർ തുറക്കണമെങ്കിൽ താക്കോല് വേണം. താക്കോല ഇന്നലെ എന്ന് പറഞ്ഞിട്ടുന്നത് മുറിയില്ല. കുളിക്കാൻ പോയപ്പം പാൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അങ്ങോട്ട് തൂക്കിയിട്ട് പോയി. സാധാരണ ഹാളിലാണ് വെക്കാറ്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ താക്കോല് ഇവിടുന്ന് ആരെങ്കിലും കൊടുക്കാതെ ഒരിക്കലും എന്നെ ആരാണോ എനിക്ക് ചതി ചെയ്തത് അയാളുടെ കയ്യിൽ എത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്. അല്ല മോനെ, നീ പറഞ്ഞു വരുന്നത്? എനിക്ക് സംശയം പാർലടുത്ത് തന്നെയാന്ന് പറയുമ്പം ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതിനെന്താടാ നീ അവളെ സംശയിക്കുന്നത്? അവളെന്താ നിന്നെ കൊല്ലാൻ നോക്കുവോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അവളെ കൊല്ലാൻ നോക്കിയില്ലെങ്കിലും ആരെങ്കിലും സഹായിക്കാലോ അമ്മേ. പിന്നെ അവൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എൻ്റെ പൊന്നു രവിയേട്ടാ, ഇവൻ പറഞ്ഞ് പൊട്ടത്തിൽ അങ്ങോട്ട് നിൽക്കാറാണ് നിങ്ങളുടെ പണി, ഇങ്ങോട്ടങ്ങനെ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് കയറി പോകാൻ കേട്ടോ. അപ്പോൾ രവി പറയാണ്, നിനക്കെന്താണ് അങ്ങനെ സംശയം? അച്ഛൻ തന്നെ ചിന്തിച്ചു നോക്കച്ചാ. ഇപ്പൊ തന്നെ പാർലടുത്തി പെട്ടെന്ന് വിളിച്ചു പോയി പറഞ്ഞെന്താ, താക്കോൽ അവിടെയായിരുന്നല്ലേ? അപ്പൊ പാർലടുത്തേക്ക് നന്നായിട്ട് ആ താക്കോൽ എവിടെ ഉണ്ടെന്ന് അറിയായിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ രാത്രി ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് കാണുന്ന സത്യമാണ്. അങ്കിലെ ഡോറ് തുറന്ന് ആ ഒരു വണ്ടി തുറന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മനഃപൂർവ്വമായിട്ട് ആരോ എന്നെ ചതിക്കാൻ വേണ്ടി ചെയ്താച്ചാ എന്ന് പറയുന്നുണ്ട്. ആരാണെങ്കിലും ദൈവം മുമ്പോട്ട് കൊണ്ട് സച്ചേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ അതിന് പിന്നാലെ ഒന്നും പോകണ്ട. എന്താ രേവതി നീ പറഞ്ഞത്? അപ്പം ഞാൻ ഒന്ന് അന്വേഷിക്കണമെന്നാണോ പറയുന്നത്? അപ്പോൾ രവി പറയുന്നുണ്ട്, രേവതി മോനെ പറഞ്ഞതാ ശരി. ഒന്നിനു പുറകെ ഒന്ന് പ്രശ്നങ്ങളായിട്ട് വന്നോണ്ടേ മോനിപ്പോൾ അതിന് പിന്നാലെ പോകണ്ട. ഇല്ലച്ചാ, ഞാൻ പോകും. എൻ്റെ വണ്ടിപ്പണിയുടെ പൈസ മൊത്തം അവൻ്റെ നീ മേടിക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഈ വീട്ടിൽ ആരെങ്കിലും പ്രവർത്തിച്ചെങ്കിൽ നമുക്കത് അറിയണമല്ലോ. അറിയാതെ നമ്മളൊരു കൊലപാതകിയല്ലാച്ചാ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് സച്ചി പറയുമ്പോൾ മേളിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ഒളിഞ്ഞ് പേടിച്ച് കേട്ടോണ്ട് നിൽക്കാം കേട്ടോ നമ്മുടെ ശ്രുതി. അങ്ങനെ വർഷ പറയുന്നുണ്ട്, സച്ചിനെ പറഞ്ഞ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ശരിയല്ലേ ശ്രീകാന്ത്? കാരണം വണ്ടി ഇന്നലെ കൊണ്ടിടുമ്പോൾ വരെ ഒരു കുഴപ്പമില്ല. രാവിലെ എണീച്ചപ്പോൾ ബ്രേക്ക് വെയർ കട്ടായി കിടക്കുകയാണെങ്കിൽ അത് മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തു തന്നെയല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടില് ഒരു CCTV ഇല്ലാത്തത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാ. എത്രയും പെട്ടെന്ന് ഒരു CCTV ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ നേരെ ഓപ്പോസിറ്റിലെ വീട്ടിൽ ഒരു CCTV ഉണ്ടല്ലോ, നമുക്ക് അതിൽ പോയി ചെക്ക് ചെയ്താലോ എന്ന് ചോദിക്കാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, നല്ല ഐഡിയ, നമുക്ക് എന്തായാലും അവിടെ ഒന്ന് നോക്കാമെന്ന് പറയാണ്. ഈ സമയം ശ്രുതിയുടെ ചങ്കിടിക്കാണ് കേട്ടോ. അങ്ങനെ എങ്ങാണ് കണ്ട രാത്രി കൊണ്ടുപോയി നമ്മുടെ ആന്റണിക്ക് ശ്രുതി താക്കോല് കൊടുത്തതും അതുപോലെ തന്നെ ആന്റണി അകത്തേക്ക് കയറി വന്നതും വണ്ടിയിൽ ഇമാതിരി പണിയൊക്കെ ചെയ്തിട്ട് പോയതെല്ലാം അവൻ കാണുമല്ലോ, എല്ലാവരും കാണുമല്ലോ. അത് ഓർത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്നാലേ ഒട്ടും താമസിക്കണ്ട, വാ രേവതി, വാ ശ്രീകാന്ത്, ഇപ്പൊ തന്നെ പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും ശ്രീകാന്തും വർഷയും അതുപോലെ സച്ചിയും കൂടെ കൂടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണ്. ഇത് കണ്ട് ആകെപ്പാടെ നടുങ്ങി വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി കേട്ടോ. അപ്പോഴേക്കും സച്ചി ആ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തിരിച്ചു വരുന്ന ശ്രുതി കാണുകയാണ്. എന്തായി മോനെ, എല്ലാം കിട്ടിയോ? ഇല്ലച്ചാ, അവരുടെ CCTV കംപ്ലൈന്റ് ആണെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കംപ്ലൈന്റ് ആണെന്ന്. ആ പ്രതീക്ഷയും പോയല്ലോ എന്ന് പറയുമ്പം ശ്രുതിയാണെങ്കിൽ എൻ്റെ ഈശ്വര എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും സാരമില്ല, ഏതെങ്കിലും ഒരു വഴിന്ന് എനിക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മുടെ ശ്രുതിനെ മേലോട്ട് ഇങ്ങനെ നോക്കുമ്പം ശ്രുതി പേടിച്ചോടെ നിൽക്കുന്നതും അവൻ കാണുകയാണ്. സച്ചി കണ്ടെന്നറിഞ്ഞുകൊണ്ട് ശ്രുതി ഓടി മുറിയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. രേവതി രവീന്ദ്രനോട് പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും പോവാണ്. സച്ചിയേട്ടനെ ആ പോലീസുകാരൻ തല്ലിയച്ചാ. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. കുറെ സ്കൂൾ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയാ സച്ചിൻ അങ്ങനെ ചെയ്തത്. അതുപോലും അയാൾ ഓർത്തില്ല. വ്യക്തിപരം തീർക്കാനാ അയാൾ അപ്പം നോക്കിയത്. എന്റെ സച്ചിനെ ആ കോളത്തിൽ കണ്ടപ്പോൾ എന്റെ ചങ്ക് പൊട്ടിപ്പോയച്ചാ. എല്ലാവരും എന്താച്ചാ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് രേവതി ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. സാരമില്ല മോളെ, എല്ലാവരും ഒരുപോലൊന്നും ആയിരിക്കില്ലല്ലോ. ഓരോരുത്തരുടെ മനസ്സ് ഓരോ രീതിക്കല്ലേ, അത് നമ്മളെ മൈൻഡ് ചെയ്യണ്ട. മോള് നന്നായി പ്രാർത്ഥിച്ചു സച്ചിക്ക് വേണ്ടിയിട്ട്. സച്ചിക്ക് ഒരുപാട് പേര് പുറത്ത് ശത്രുക്കളുണ്ട്. മോളെയും സച്ചിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മോളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായാലേ സച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് രവിയും സമാധാനിപ്പിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.